എല്ലാവർക്കും ലതാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് തൈകളുണ്ട് കേട്ടോ. അതിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുമ്മ കുറേ ഉണ്ട്. ഇപ്പം നമുക്ക് കമ്പുകൾ മുറിക്കാൻ പറ്റില്ല. എന്താണെങ്കിൽ പൂത്ത് തുടങ്ങി, പൂവൊക്കെ ആയിട്ട് ഇപ്പോൾ തിരിച്ച് കൊഴിഞ്ഞ് പോകുന്നുണ്ട്, ചിലത് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഒരു 6 മാസം ഇതിൻ്റെ പൂവും കായൊക്കെ ഉണ്ടാവണം. കായ്ക്കുന്ന കാലമാണ്, ഇപ്പോൾ പൂവായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോഴാണ് ഇത് മുറിച്ചിട്ട് ഞാൻ സെയിലിന് ഇടാറ്. കഴിഞ്ഞ വർഷം ഞാൻ ഇത് പൂത്തൊക്കെ കഴിഞ്ഞപ്പോൾ പൂവും കായൊക്കെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ കമ്പുകളൊക്കെ വെട്ടിയിട്ട് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓഫർ സെയിലിന് ഞാൻ 75 രൂപയ്ക്ക് കൊടുത്തിരുന്നു കേട്ടോ. ഇത് സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയതല്ല, ഇത് മലേഷ്യൻ ജംബോ റെഡാണ്. വലിയതാണ്, നല്ല മധുരവും നല്ല കളറുള്ള ഇതാണ്, കായാണ് കേട്ടോ. നല്ല സാധനം തന്നെയാണിത്. പലർക്കും ഒരു ധാരണ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമില്ലാന്ന്. ഞാനിതിവിടെ കൊടുന്ന് വെച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇവിടുത്തെ കുട്ടികളെ തന്നെ വന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്, ഇതിന് മധുരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് പല സ്ഥലത്തും കണ്ടപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കതൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ ഒരു കമ്പ് കൊടുത്തിട്ട് കുഴിച്ചിട്ടിട്ടാണ് പിന്നെ അത് വെട്ടി വെച്ചിട്ടും ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ധാരണ തന്നെ മാറ്റേണ്ടി വരും. കാരണം അത്രയും മധുരമുള്ള സാധനമാണ് ഇത്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് മേടിക്കാൻ വേണ്ടി പറയുകയല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം അത് ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഇത്രയും മധുരമുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചിലവരുടെ അടുത്തൊക്കെ ചോദിച്ച് എന്താ മധുരമില്ലാത്ത. അപ്പം ഞാനിങ്ങനെ വ്ളോഗിലൊക്കെ ചിലതിൽ കാണാം കൂടുതലായിട്ട് കെമിക്കലായിട്ടുള്ള വളം ഇടുന്നതുകൊണ്ടാണ് അത്ര മധുരം കുറയുന്നത്. അപ്പം നമ്മളത് ചെയ്യണില്ല. കാരണം നമ്മൾ വെറും കെമിക്കലല്ലാത്ത ഇവിടുത്തെ ജൈവവളങ്ങൾ മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കായ വലിപ്പത്തിലും കിട്ടുന്നുണ്ട്, നല്ല മധുരത്തിലും കിട്ടുന്നുണ്ട്, പിന്നെ കേടൊന്നും അങ്ങനെ വരുന്നില്ല. എത്രയോ ദിവസം പൊട്ടിച്ച് കൊടുത്തിട്ടും കുറേ ദിവസം എടുത്തു വെച്ചാലും യാതൊരു കേടുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ആ വലിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ നിന്ന് കമ്പ് വെട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം അത് പൂത്തു, ഇനി ഇപ്രാവശ്യം പൂക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ പൂത്ത കമ്പ്, പൂവുണ്ടായിട്ട് കായ ഉണ്ടാവുന്ന കമ്പ് ഉണ്ടാവുമല്ലോ, ആ കമ്പ് വെട്ടി വെച്ചാൽ പെട്ടെന്ന് പൂവുകൾ വരും പിറ്റത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും. പിന്നെ നമ്മളിതിന് ഇത്തിരി വളങ്ങളൊക്കെ കൊടുത്ത് നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഇത് നന്നായിട്ട് നമ്മൾക്ക് ഫലങ്ങൾ തരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് കമ്പ് മേടിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ റൂട്ടായിട്ടുള്ള തൈകൾ ഉണ്ടെങ്കിൽ തരണമെന്ന്. അന്ന് എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിങ്ങനെ കൊടുത്തു കുറേ ആൾക്കാർക്ക്, അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അന്ന് ആ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ചെണ്ണമൊക്കെ വെട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ തൈകളാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ, നല്ല വിലയുള്ള ഒരു ഇനം തന്നെയാണ് ഇത്. പക്ഷേ ഞാൻ വെറും 150 രൂപയാണ് ഇപ്പോൾ ഈ തൈകൾക്ക് മേടിക്കുന്നുള്ളൂ. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് തൈകളേ ഉള്ളൂ, അത് ഞാൻ തരാം. നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന ഈ വെട്ടി വെച്ചിട്ടുള്ളതല്ല കേട്ടോ ഞാൻ സെയിൽ ചെയ്യണത്. ഇത് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി തൈകളാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്ന സ്റ്റെമ്മ് വന്നതാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ഏത് ഇനത്ത് പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉള്ളതെന്ന്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറിക്കണതും അത് പഴുത്തിട്ട് മുറിക്കണതും എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിട്ടില്ലല്ലോ പഴങ്ങളൊന്നും, അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പോൾ കുറേ കൂട്ടുകാരുണ്ട് വന്നിട്ടുണ്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.